വെൽക്കം ടു മെയ്ഡൻ വോയേജ്. നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണികളുടെ തേർഡ് പാർട്ടാണ് ഇത്. ഫസ്റ്റ് 2 പാർട്ടുകൾ കാണാത്തവർ അത് കാണുന്നതിന് വേണ്ടി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് പരിശോധിക്കുക. നമ്മൾ nth ടേമിലെ കുറച്ച് പ്രോബ്ലംസ് ആണ് മുമ്പത്തെ വീഡിയോയിൽ ചെയ്തത്. ഇനി നമ്മൾ ബാക്കി പ്രോബ്ലംസ് ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. nth ടേമിൻ്റെ ഫോർമുല അല്ലെങ്കിൽ n-ാം പദത്തിൻ്റെ ഫോർമുല നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. xn ഈക്വൽ ടു f പ്ലസ് n-1 ഇൻറ്റു ഡി. ഈ ഫോർമുലനെ തന്നെ നമുക്ക് ഇത് എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ എൻ ഡി പ്ലസ് എഫ് മൈനസ് ഡി എന്ന് എഴുതാൻ കഴിയും. ഇതിന് നമുക്ക് എൻ ഡി പ്ലസ് ഈ എഫ് മൈനസ് ഡി ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ആ കോൺസ്റ്റൻറ്റിനെ നമുക്ക് ബി എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം. എഫ് മൈനസ് ഡിനെ ബി എന്ന് പറഞ്ഞ് നമുക്ക് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ എല്ലാ സമാന്തര ശ്രേണികളും അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസുകളും ഈ ഒരു ഫോമിലായിരിക്കും. അതിൻ്റെ nth ടേം അല്ലെങ്കിൽ ആ സീക്വൻസിലെ nth ടേം അല്ലെങ്കിൽ n-ാം പദം ഈ ഒരു ഫോമിലായിരിക്കും ഉള്ളത്. അപ്പോൾ നമുക്ക് ആ അരിത്തമെറ്റിക് സീക്വൻസിനെ അല്ലെങ്കിൽ സമാന്തര ശ്രേണിയെ ഈ ഒരു ഫോമിൽ ഡിനോട്ട് ചെയ്യാം. ഇതിനെ ഡി എൻ പ്ലസ് ബി എന്ന് പറഞ്ഞ ഫോമിൽ ഡിനോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. xn ഈക്വൽ ടു 5n പ്ലസ് 3. ഈ ഒരു എക്സാമ്പിൾ നോക്കാം. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് അല്ലെങ്കിൽ സമാന്തര ശ്രേണിയുടെ ഒരു രൂപമാണ്. ജനറൽ ഫോം ഓഫ് എ അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. xn ഈക്വൽ ടു 5n പ്ലസ് 1. ഇതിലെ ഫസ്റ്റ് ടേം കിട്ടാൻ വേണ്ടിയിട്ട് ഈ എന്നിന് പകരം 1 ഇട്ട് കൊടുക്കാം. ആദ്യ പദം കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ xnന് പകരം ഒരു 1 ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് x1 കിട്ടും. അതായത് ഫസ്റ്റ് ടേം കിട്ടും. x1 ഈക്വൽ ടു f ഈക്വൽ ടു 5 ഇൻറ്റു 1 പ്ലസ് 3 5 ഇൻറ്റു 1 പ്ലസ് 3 ഈക്വൽ ടു 5 പ്ലസ് 3 ഈക്വൽ ടു 8. ഇതാണ് 1-ാം പദം. അപ്പോൾ അടുത്ത സെക്കൻഡ് ടേം കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ സ്ഥാനത്ത് 2 കൊടുക്കുക. അപ്പോൾ x2 ഈക്വൽ ടു 5 ഇൻറ്റു 2 പ്ലസ് 3 equal to 5 into 2 10 plus 3 equal to 30. ഇനി x3 കാണാൻ x3 equal to എന്നിൻ്റെ സ്ഥാനത്ത് 3 കൊടുക്കുക. അപ്പോൾ 5 into 3 plus 3 5 into 3 എന്ന് പറയുന്നത് 15 plus 3 equal to 18. അപ്പോൾ നമ്മൾ x1 x2 x3 കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ ആദ്യ പദവും പൊതുവ്യത്യാസവും എത്രയാണെന്ന്. അതായത് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും എത്രയാണെന്ന് കണ്ടുപിടിക്കാം. x1 ആണ് അപ്പോൾ ഫസ്റ്റ് ടേം. അത് കിട്ടിയിരിക്കുന്നത് 8 ആണ്. എഫ് ഈക്വൽ ടു 8. കോമൺ ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം ഡിഫറൻസ് ചെയ്യുക, അല്ലെങ്കിൽ 2-ാം പദത്തിൽ നിന്ന് 1-ാം പദം കുറയ്ക്കുക. 2-ാം പദം ഇവിടെ 13 ആണ്, 1-ാം പദം 8 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം കാണാൻ x2 മൈനസ് x1 ചെയ്യാം. x2 13, x1 8 ഈക്വൽ ടു 5. 13 മൈനസ് 8 ചെയ്യുമ്പോൾ നമുക്ക് 5 ആണ് പൊതുവ്യത്യാസം കിട്ടുന്നത്. ഇനി നമുക്ക് തന്നിരുന്ന സമാന്തര ശ്രേണിയുടെ ഫോം എന്തായിരുന്നു? ജനറൽ ഫോം അല്ലെങ്കിൽ സമാന്തര ശ്രേണിയുടെ രൂപം എന്തായിരുന്നു? xn ഈക്വൽ ടു ബീജഗണിത രൂപം xn ഈക്വൽ ടു 5n പ്ലസ് 3 ആയിരുന്നു. നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് ആദ്യ പദവും പൊതുവ്യത്യാസവും കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ എക്സാമ്പിൾ എടുത്തിരുന്നത് xn ഈക്വൽ ടു 5n പ്ലസ് 3 ആണ്. അപ്പോൾ ഡി എൻ എന്നുള്ള ഫോം നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. xn ഈക്വൽ ടു ഡി എൻ പ്ലസ് ബി എന്ന് പറഞ്ഞ ഫോമിലാണ് ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം അല്ലെങ്കിൽ ഒരു ജനറൽ ഫോം അല്ലെങ്കിൽ ആൾജിബ്രായിക് ഫോം ഉണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ എന്നിനോടൊപ്പം കിടക്കുന്നതാണ് ഡി, അതായത് പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് ഈ എന്നിനോട് കൂടെ കിടക്കുന്നതാണ്. അപ്പോൾ ഈ ഇവിടെ xn ഈക്വൽ ടു 5n പ്ലസ് 3 എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സാമ്പിളിൽ എന്നിനോടൊപ്പം കിടക്കുന്ന സംഖ്യയാണ് അല്ലെങ്കിൽ നമ്പറാണ് 5. അപ്പോൾ ഡി എത്രയായിരിക്കും? 5 ആയിരിക്കും. നമുക്ക് നേരത്തെ നമ്മൾ x1 x2 ഒക്കെ കണ്ടുപിടിച്ച് ഡിയും 5 തന്നെയായിരുന്നു. അപ്പോൾ ഇങ്ങനെ എളുപ്പത്തിൽ ഇപ്പോൾ ബീജഗണിത രൂപം അല്ലെങ്കിൽ ആൾജിബ്രായിക് എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ
നമുക്ക് ഡി കണ്ടുപിടിക്കാൻ ഇങ്ങനെ പറ്റും. എന്നിനോട് അടുത്ത് കിടക്കുന്ന സംഖ്യയാണ് ഡി, അതായത് കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം. ഇനി നമുക്ക് ആദ്യപദം കണ്ടുപിടിക്കണം. ആദ്യപദം കണ്ടുപിടിക്കാൻ ഈ 5, അതായത് എന്നിനോടൊപ്പം കിടക്കുന്ന 5ഉം ഇവിടെ കിടക്കുന്ന കോൺസ്റ്റന്റും ഈ 5ഉം ഈ 3ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എഫ് കിട്ടും. എഫ് ഈക്വൽ ടു 5 + 3 = 8. ഇത് നമുക്ക് നമ്മൾ നേരത്തെ x1 കണ്ടുപിടിച്ചപ്പോഴും ഇവിടെ എന്നിനെ 1 കൊടുത്ത് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് തന്നെയായിരുന്നു 8. ഇത് തന്നെയാണ് ഫസ്റ്റ് ടേം ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഒരു ഓൾജിബ്രായിക് എക്സ്പ്രഷൻ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനുള്ള ഒരു ഈസി മെത്തേഡാണിത്. ഈ എന്നോടൊപ്പം കിടക്കുന്നതായിരിക്കും പൊതുവ്യത്യാസം, ഈ 5ഉം ഈ 3ഉം കൂടി ആഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും അതിൻ്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്. ഇവിടെ എഫ് ഈക്വൽ ടു 5 + 3 എന്ന് കൊടുക്കാൻ കാരണം എന്നിന് 1 കൊടുത്തുകൊണ്ട് തന്നെയാണ് ആദ്യപദം കിട്ടാൻ അത് എളുപ്പമായിരിക്കും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രൂവ് ദാറ്റ് ദ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം 1/3 ആൻഡ് കോമൺ ഡിഫറൻസ് 1/6 കണ്ടെയ്ൻസ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. അതായത് ആദ്യ പദം 3-1 പൊതുവ്യത്യാസം 6-1 ഒരു സമാന്തര ശ്രേണിയിൽ എല്ലാ എണ്ണൽ സംഖ്യകളും ഉണ്ടെന്ന് തെളിയിക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. ഒന്നുകൂടി പറയാം. ആദ്യ പദം 3-1 പൊതുവ്യത്യാസം 6-1 ഒരു സമാന്തര ശ്രേണിയിൽ എല്ലാ എണ്ണൽ സംഖ്യകളും ഉണ്ടെന്ന് തെളിയിക്കുക. നമുക്കത് പ്രൂവ് ചെയ്യണം. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് എങ്ങനെയാ ചെയ്യാൻ നോക്കാം. ആദ്യം ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തെഴുതാം. ഫസ്റ്റ് ടേം 1/3 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം, അതായത് ആദ്യ പദം എഫ് ഈക്വൽ ടു 3-1 അല്ലെങ്കിൽ 1/3. പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് തന്നിരിക്കുന്നത് 1/6 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസിന് ഡി എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യാറ്. ഡി ഈക്വൽ ടു 1/6, എഫ് ഈക്വൽ ടു 1/3, ഡി ഈക്വൽ ടു 1/6. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് എല്ലാ നാച്ചുറൽ നമ്പേഴ്സും അല്ലെങ്കിൽ എല്ലാ എണ്ണൽ സംഖ്യ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1, 2, 3 എക്സെട്ര ഈ നമ്പേഴ്സ്, ഇങ്ങനെ പോകുന്ന നമ്പേഴ്സ് എല്ലാം ഈ ശ്രേണിയിലുണ്ടെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ n-ാം പദം അല്ലെങ്കിൽ nth ടേം കണ്ടുപിടിക്കുകയാണ്. nth ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല xn ഈക്വൽ ടു nd പ്ലസ് f മൈനസ് d. xn ഈക്വൽ ടു nd പ്ലസ് f മൈനസ് d. ഇവിടെ n നമുക്കറിയില്ല, d എത്രയാണ് തന്നിരിക്കുന്നത്? 1/6 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ n ഇൻറ്റു 1/6 പ്ലസ് എഫ് എന്താണ്? 1/3 ആണ്. d 1/6 ഈക്വൽ ടു n ഇൻറ്റു 1 n/6 പ്ലസ് 1/3 മൈനസ് 1/6 എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു 6 6, 1 മൈനസ് 1 ഇൻറ്റു 3 3/3 ഇൻറ്റു 6 18 ഈക്വൽ ടു n/6 പ്ലസ് 6 മൈനസ് 3 3/18. അപ്പോൾ നമ്മൾക്ക് കിട്ടിയത് xn ഈക്വൽ ടു n/6 പ്ലസ് 3/18. ഈ 3യും 18ലും 3 കോമൺ ആണ്. അപ്പോൾ അത് രണ്ടും കട്ട് ചെയ്ത് കളയാം. ഇതിനെ 3 ഇൻറ്റു 6 എഴുതാൻ പറയാം. 6 എഴുതാം. അപ്പോൾ n/6 പ്ലസ് 3/3 ഇൻറ്റു 6, 3യും 3യും ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പോൾ n/6 പ്ലസ് ഇവിടെ ഒരു 1, 3 ഇൻറ്റു 1 ആണല്ലോ, അപ്പോൾ 1/6 ഉണ്ട്. ഇതിൻ്റെ ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്ക് അംശങ്ങൾ അല്ലെങ്കിൽ ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്ത് എഴുതാം. അപ്പോൾ n പ്ലസ് 1/6 ഇതാണ് നമുക്ക് xn ആയിട്ട് കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ n-ാം പദം അല്ലെങ്കിൽ nth ടേം ആയിട്ട് കിട്ടിയിരിക്കുന്നത് n പ്ലസ് 1/6 ആണ്. ഇനി നമുക്ക് വേണ്ടത് നാച്ചുറൽ നമ്പേഴ്സ് എല്ലാം ഇതിലുണ്ടെന്ന് പ്രൂവ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് കിട്ടണമെങ്കിൽ ഈ അംശം അല്ലെങ്കിൽ ന്യൂമറേറ്റേഴ്സ് 6ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരണം. 6ൻ്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോൾ 6, 12, 18 ഒക്കെ വരണം ന്യൂമറേറ്റർ. അതായത് n+1 ഈക്വൽ ടു എ മൾട്ടിപ്പിൾ ഓഫ് 6 ആകുമ്പോൾ അല്ലെങ്കിൽ 6ൻ്റെ ഒരു ഗുണിതമാവുമ്പോഴാണ് നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് കിട്ടുന്നത്. എങ്ങനെയാണെന്ന് പറയാം. ആദ്യത്തെ മൾട്ടിപ്പിളായ 6 കിട്ടണമെങ്കിൽ n എത്രയായിരിക്കണം? 5. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. x5 നോക്കാം. x5 ഈക്വൽ ടു
എന്നിന് 5 പ്ലസ് 1/6 ഈക്വൽ ടു 6/6 ഈക്വൽ ടു 1. ആദ്യ എണ്ണൽ സംഖ്യ അല്ലെങ്കിൽ ആദ്യത്തെ നാച്ചുറൽ നമ്പർ കിട്ടി. എപ്പോൾ എന്നിന് 5 കൊടുത്തപ്പോഴാണ് ആദ്യത്തെ നാച്ചുറൽ നമ്പർ കിട്ടിയത്. അതായത് ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശത്തിൽ 6ന്റെ മൾട്ടിപ്പിൾസ് അല്ലെങ്കിൽ 6ന്റെ ഗുണിതങ്ങൾ 6ന്റെ ഗുണിതങ്ങൾ ന്യൂമറേറ്ററിൽ വരുമ്പോഴാണ് ഇതൊരു എക്സൻ ഒരു നാച്ചുറൽ നമ്പർ ആവുന്നത് അല്ലെങ്കിൽ എണ്ണൽ സംഖ്യ ആവുന്നത്. ആദ്യത്തെ അല്ലെങ്കിൽ ആദ്യത്തെ ഗുണിതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആദ്യത്തെ മൾട്ടിപ്പിൾ 6ന്റെ ആദ്യത്തെ മൾട്ടിപ്പിൾ എന്തായാലും 6 അപ്പോൾ 6 കിട്ടാൻ വേണ്ടി നമുക്ക് ന്യൂമറേറ്ററിൽ 6 കിട്ടാൻ വേണ്ടിയിട്ട് n+1 ഈക്വൽ ടു 6 കിട്ടണം. അതിന് എന്നിന്റെ വാല്യൂ എന്തായിരിക്കണം? n അവിടെ നിർത്തിയിട്ട് 6ൽ നിന്ന് ഈ +1 സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ -1 ആവും. അപ്പോൾ n ഈക്വൽ ടു 6 - 1 5. n ഈക്വൽ ടു 5 ആകുമ്പോഴാണ് ആദ്യത്തെ എണ്ണൽ സംഖ്യ അല്ലെങ്കിൽ ആദ്യത്തെ നാച്ചുറൽ നമ്പർ കിട്ടുന്നത്. ഇനി അടുത്ത നാച്ചുറൽ നമ്പർ കിട്ടുന്നത് എപ്പോഴാണ്? 6ന്റെ അടുത്ത ഗുണിതം അല്ലെങ്കിൽ 6ന്റെ സെക്കൻഡ് മൾട്ടിപ്പിൾ വരുമ്പോഴാണ്. സെക്കൻഡ് മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 6 × 2 12 ആണ്. 6 × 2 12 ആണ്. അപ്പോൾ അത് ഏത് എന്നിലാണ് വരുന്നതെന്ന് നോക്കാം. n+1 നമുക്ക് 12 ആണ് കിട്ടേണ്ടത്. അപ്പോൾ n എത്രയായിരിക്കും? 12 - 1 ആയിരിക്കും. 12 - 1 എന്ന് പറയുന്നത് 11 ആണ്. അപ്പോൾ അടുത്ത n അതായത് x11 വരുമ്പോൾ നമുക്ക് 11 + 1 12/6 ഈക്വൽ ടു 2 കിട്ടുന്നതായിരിക്കും. അതായത് സെക്കൻഡ് നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ രണ്ടാമത്തെ എണ്ണൽ സംഖ്യ 2 കിട്ടുന്നതായിരിക്കും. ഇനി അടുത്ത എണ്ണൽ സംഖ്യ കിട്ടുന്നത് മൂന്നാമത്തെ 6ന്റെ മൂന്നാമത്തെ ഗുണിതത്തിലാണ് അല്ലെങ്കിൽ 6ന്റെ മൂന്നാമത്തെ തേർഡ് മൾട്ടിപ്പിൾ 3 × 6 18. അടുത്ത മൾട്ടിപ്പിൾ അല്ലെങ്കിൽ അടുത്ത നാച്ചുറൽ നമ്പർ കിട്ടുന്നത് അടുത്ത മൾട്ടിപ്പിൾ ആണ്. അതായത് തേർഡ് മൾട്ടിപ്പിൾ ആണ്. തേർഡ് മൾട്ടിപ്പിൾ 6ന്റെ തേർഡ് മൾട്ടിപ്പിൾ അല്ലെങ്കിൽ മൂന്നാമത്തെ ഗുണിതം എന്ന് പറയുന്നത് 3 × 6 = 18 ആണ്. 18 കിട്ടണമെങ്കിൽ n+1 അംശമാണ് നമുക്ക് 18 കിട്ടേണ്ടത്. അപ്പോൾ n എത്രയായിരിക്കണം? അംശം 18 കിട്ടണമെങ്കിൽ ഇതാണ് അംശത്തിൽ ഉള്ളത്. അതായത് ന്യൂമറേറ്ററിലുള്ള സംഖ്യ എന്ന് പറയുന്നത് n+1 ആണ്. അത് 18 വന്നാലേ നമുക്ക് തേർഡ് നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ മൂന്നാമത്തെ നാച്ചുറൽ നമ്പറായ 3 കിട്ടുള്ളൂ. അപ്പോൾ n+1 18 ആണെങ്കിൽ n എത്രയായിരിക്കണം? 18. ഈ +1 അപ്പുറത്തേക്ക് പോകുമ്പോൾ -1 ഈക്വൽ ടു 17. അതായത് x 17 ആണ്. നമുക്ക് 18/6 ഈക്വൽ ടു 3 കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടി, സെക്കൻഡ് നാച്ചുറൽ നമ്പർ കിട്ടി, തേർഡ് നാച്ചുറൽ നമ്പർ കിട്ടി, എക്സെട്ര അങ്ങനെ പോകും. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം കിട്ടിയത് 5-ലായിരുന്നു. x5-ലായിരുന്നു ആദ്യത്തെ നാച്ചുറൽ നമ്പർ കിട്ടിയത്. പിന്നത്തെ നാച്ചുറൽ നമ്പർ കിട്ടിയത് 11-ലായിരുന്നു. അത് കഴിഞ്ഞുള്ള നാച്ചുറൽ നമ്പർ കിട്ടിയത് x17 ആയപ്പോഴാണ്. അതായത് ഇവിടെ ഒരു നമുക്ക് ഒരു സമാന്തര ശ്രേണി വീണ്ടും കാണാൻ പറ്റും. 5 + 6 ഇവിടുത്തെ ഡിഫറൻസ് 6 ആണ്. 11 + 6 17. അപ്പോൾ ഇവിടുത്തെ ഡിഫറൻസ് 6 ആണ്. അപ്പോൾ ഈ ഇങ്ങനെ x5 x11 x17 ഇങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് ഓരോ നാച്ചുറൽ നമ്പേഴ്സ് കിട്ടുന്നത്. x5 ആയപ്പോൾ 1 കിട്ടി, x11 ആയപ്പോൾ 2 കിട്ടി, x17 ആയപ്പോൾ 3 കിട്ടി. അടുത്തത് കിട്ടാൻ പോകുന്നത് 17 + 6-ലാണ്. 17 + 6 എന്ന് പറയുമ്പോൾ 23. 23ാമത്തെ പദമാണ്. എന്തായാലും ഈ സമാന്തര ശ്രേണിയുടെ 23rd ടേം ആണ് നമുക്കിനി അടുത്ത നാച്ചുറൽ നമ്പറായ 4 കിട്ടാൻ പോകുന്നത്. നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്യാം. x23 ഈക്വൽ ടു ഇവിടുത്തെ n എന്ന് പറയുന്നത് 23 ആണ് പ്ലസ് 1/6. ഇതാണ് നമ്മുടെ n-ാം പദം നമുക്ക് കിട്ടിയത് അല്ലെങ്കിൽ nth ടേം നമുക്ക് കിട്ടിയത്. n+1/6 ആണ്. അതിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 23 ഇട്ട് കൊടുക്കുമ്പോൾ 23 + 1/6. 23 + 1 എന്ന് പറയുന്നത് 24 ആണ്. /6 24/6 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 4 ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത നാച്ചുറൽ നമ്പറും കിട്ടി. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആൻസർ കിട്ടി. നമുക്ക് ഫസ്റ്റ് നാച്ചുറൽ നമ്പർ കിട്ടി, സെക്കൻഡ് നാച്ചുറൽ നമ്പർ കിട്ടി, തേർഡ് നാച്ചുറൽ നമ്പർ കിട്ടി, ഫോർത്ത് നാച്ചുറൽ നമ്പർ കിട്ടി, എക്സെട്ര. ഇങ്ങനെ നമുക്ക് എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഇതിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിലെല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഉണ്ടെന്നുള്ളതിന് പ്രൂഫ് ആയിട്ടുണ്ട്. അടുത്ത
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Prove that the arithmetic sequence with first term 1/3 and common difference 2/3 contains all odd numbers but no even number. അതായത് ആദ്യ ടേം ഫസ്റ്റ് ടേം 1/3യും 1/3 കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം 2/3 അതായത് 2/3 ആയ ഒരു സമാന്തര ശ്രേണിയിൽ എല്ലാ ഓഡ് നമ്പേഴ്സും അതായത് എല്ലാ ഒറ്റ സംഖ്യകളും ഉണ്ടെന്നും പക്ഷേ ഇരട്ട സംഖ്യകളൊന്നും ഇല്ല, ഈവൻ നമ്പേഴ്സ് ഒന്നും ഇല്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. പ്രൂവ് ദാറ്റ് ദ അരിത്മെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം 1/3 ആൻഡ് കോമൺ ഡിഫറൻസ് 2/3 കണ്ടെയ്ൻസ് ഓൾ ഓഡ് നമ്പേഴ്സ് ബട്ട് നോ ഈവൻ നമ്പർ. അതായത് ഈ ഒരു സമാന്തരം ഫസ്റ്റ് ടേം 1/3യും പൊതുവ്യത്യാസം 2/3യും ആയ സമാന്തര ശ്രേണിയിൽ എല്ലാ ഒറ്റ സംഖ്യകളും ഉണ്ടെന്നും ഇരട്ട സംഖ്യകളൊന്നും ഇല്ല എന്നും നമുക്ക് പ്രൂവ് ചെയ്യണം. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് അതിൻ്റെ എണ്ണാം പദം അല്ലെങ്കിൽ nth ടേം ആണ്. അത് നമുക്ക് എഴുതാം. അതിനുവേണ്ടി നമുക്ക് ഫസ്റ്റ് ടേം ആവശ്യമാണ്. f ഈക്വൽ ടു ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നു 1/3. f ഈക്വൽ ടു 1/3. കോമൺ ഡിഫറൻസ് തന്നിരിക്കുന്നത് b ഈക്വൽ ടു 2/3 ആണ്. ഇനി നമുക്ക് എണ്ണാം പദം എഴുതാം, അല്ലെങ്കിൽ ബീജഗണിത രൂപം അല്ലെങ്കിൽ ഓൾജിബ്രായിക് ഫോം എഴുതാം. xn ഈക്വൽ ടു nd പ്ലസ് f മൈനസ് d. nd പ്ലസ് f മൈനസ് d. ഇവിടെ b എന്ന് പറയുന്നത് 2/3 ആണ്. അപ്പോൾ n ഇൻറ്റു 2/3 പ്ലസ് f എന്ന് പറയുന്നത് 1/3 ആണ്. 1/3 മൈനസ് d 2/3 ഈക്വൽ ടു ഇതിനെ 2n/3 എന്ന് എഴുതാൻ പറ്റും. പ്ലസ് 2 ഇൻറ്റു n 2n/3 പ്ലസ് 1/3 മൈനസ് 2/3. ഇവിടെ മൂന്നിൽ രണ്ടിൻ്റെയും ഛേദങ്ങൾ സെയിം ആണ്. ഇവിടെ 3 ആണ്, ഇവിടെ 3 ആണ്. അപ്പോൾ നമുക്ക് അംശങ്ങൾ തമ്മിൽ കുറച്ചെഴുതാൻ പറ്റും. ഇവിടെ അംശം എത്രയാണ്? 1 ആണ്. 1 മൈനസ് 2/3 എഴുതാൻ പറ്റും. 1 മൈനസ് 2/3. ന്യൂമറേറ്റേഴ്സ് തമ്മിൽ കുറച്ചെഴുതി. ഇത് കിട്ടുന്നത് 2n/3. 1 മൈനസ് 2 എന്ന് പറയുമ്പോൾ മൈനസ് 1 ആണ്. മൈനസ് 1/3. നമുക്ക് കിട്ടി 2n/3 മൈനസ് 1/3 എന്ന് കിട്ടി. നമുക്കിവിടെ എടുത്തെഴുതാം 2n. ഇതിൻ്റെ 2n/3യുടെ 1/3യുടെ ഡിനോമിനേറ്റേഴ്സ് അല്ലെങ്കിൽ ഛേദം വീണ്ടും തുല്യമാണ്. അപ്പോൾ നമ്മൾ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ കുറച്ചെഴുതുന്നു. ന്യൂമറേറ്റേഴ്സ് തമ്മിൽ അല്ലെങ്കിൽ അംശങ്ങൾ തമ്മിൽ കുറച്ചെഴുതുന്നു. 2n മൈനസ് 1/3. ഇതാണ് നമുക്ക് xn ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി നോക്കുക, ഈ 2n മൈനസ് 1 എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഒറ്റ സംഖ്യ ആയിരിക്കും, അല്ലെങ്കിൽ ഓഡ് നമ്പർ ആയിരിക്കും 2n മൈനസ് 1 എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഏതൊരു സംഖ്യയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഒരു ഇരട്ട സംഖ്യയാണ്, അല്ലെങ്കിൽ ഈവൻ നമ്പർ ആയിരിക്കും കിട്ടുന്നത്. ആ ഈവൻ നമ്പറിൽ നിന്ന് 1 നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ എപ്പോഴും കിട്ടുന്നത് ഒരു ഓഡ് നമ്പർ ആയിരിക്കും. ഈ 2n മൈനസ് 1 എന്ന് പറയുന്നത് എപ്പോഴും ഓഡ് നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ ഒറ്റ സംഖ്യ ആയിരിക്കും. കാരണം 2n എന്ന് പറയുന്നത്, അതായത് 2 ഇൻറ്റു ഏതൊരു നമ്പർ ചെയ്താലും നമുക്ക് കിട്ടുന്നത് ഒരു ഈവൻ നമ്പർ അല്ലെങ്കിൽ ഇരട്ട സംഖ്യയാണ്. നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു 7നെ 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 ഇൻറ്റു 7 ഈക്വൽ ടു 14 ആണ് കിട്ടുന്നത്. ആ 14ൽ നിന്ന് അതൊരു ഈവൻ നമ്പറാണ്. ആ ഈവൻ നമ്പറിൽ നിന്നും നമുക്ക് 1 കുറച്ച് കഴിഞ്ഞാൽ 14ൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 13 ആണ്. 13/3 എന്ന് പറയുന്നത് ഒരു ഒറ്റ സംഖ്യയാണ്, പക്ഷെ അതൊരു ഈവൻ നമ്പർ അല്ല. അതായത് ഏതൊരു സംഖ്യ ഈ 2n മൈനസ് 1 എപ്പോഴും ഒരു ഒറ്റ സംഖ്യ ആയിരിക്കും. അപ്പോൾ ഒറ്റ സംഖ്യനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് കിട്ടുന്നത് ഒരു ഒറ്റ സംഖ്യ ആയിരിക്കും, അതായത് ഒരു ഓഡ് നമ്പർ ആയിരിക്കും. അതുകൊണ്ട് ഈ ശ്രേണിയിൽ നമുക്കൊരു ഈവൻ നമ്പറും കണ്ടെത്താൻ കഴിയില്ല. എല്ലാ ഓഡ് നമ്പേഴ്സും ഉണ്ടായിരിക്കുന്നതുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ഹോൾ നമ്പേഴ്സ് ഇൻ ദ അരിത്മെറ്റിക് സീക്വൻസ് 11/8, 14/8, 17/8 etc. Do they form an arithmetic sequence? അതായത് ഈ സമാന്തര ശ്രേണി 11/8, 14/8, 17/8 എക്സെട്ര എന്ന് പറഞ്ഞ ഈ സമാന്തര ശ്രേണിയുടെ ഇതിലുള്ള ഹോൾ നമ്പേഴ്സ്, അതായത് പൂർണ്ണസംഖ്യകൾ
അതിൻ്റെ ശ്രേണി എഴുതുക. പൂർണ്ണസംഖ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 4 എണ്ണസംഖ്യകൾ പോലെ തന്നെ ഹോൾ നമ്പേഴ്സ് പറയുമ്പോൾ -1 -2 ഇതൊക്കെ പെടും. അപ്പോൾ അതിൻ്റെ ഒരു ശ്രേണി എഴുതുക. അങ്ങനെയുള്ള ഈ ശ്രേണിയിലെ ഹോൾ നമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ പൂർണ്ണസംഖ്യകളുടെ ശ്രേണി എഴുതുക. ആ ശ്രേണി ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ഇതാണ് ഈ ക്വസ്റ്റ്യൻ. ഈ ശ്രേണിയിലെ ഹോൾ നമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ പൂർണ്ണസംഖ്യകളുടെ ഒരു ശ്രേണി അല്ലെങ്കിൽ സീക്വൻസ് എഴുതുക. ആ ശ്രേണി അല്ലെങ്കിൽ ആ സീക്വൻസ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലെങ്കിൽ സമാന്തര ശ്രേണിയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് അതിൻ്റെ ബീജഗണിത രൂപം അല്ലെങ്കിൽ ഓൾജിബ്രായിക് ഫോം ആണ്. അത് കണ്ടുപിടിക്കാൻ നമുക്ക് ഒന്നാം പദവും പൊതുവ്യത്യാസവും വേണം, അല്ലെങ്കിൽ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും വേണം. ക്വസ്റ്റ്യനിൽ നമുക്ക് അത് കിട്ടും. ഫസ്റ്റ് ടേം ആദ്യം കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടേം എത്രയാണ്? 11/8. 11/8 ആണ് ആദ്യത്തെ പദം. രണ്ടാമത്തെ പദം നമുക്ക് വന്നിട്ട് 14/8. അപ്പോൾ നമുക്ക് ഡിഫറൻസ്, കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ x2 - x1 ചെയ്താൽ മതി. x2 - x1 ചെയ്യുമ്പോൾ 14/8 ആണ് സെക്കൻഡ് ടേം അല്ലെങ്കിൽ രണ്ടാം പദം, മൈനസ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 11/8 ആണ്. 14-ന് 11 ഇതിൻ്റെ രണ്ടിൻ്റെ ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. അപ്പോൾ നമുക്ക് അംശങ്ങൾ അല്ലെങ്കിൽ ന്യൂമറേറ്റേഴ്സ് കുറച്ചെഴുതാം. 14 - 11/8 ആണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 14-ന് 11 കുറച്ച് കഴിഞ്ഞാൽ 3 കിട്ടും /8. 3/8 ആണ് അപ്പോൾ നമുക്ക് കിട്ടിയ കോമൺ ഡിഫറൻസ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ ബീജഗണിത രൂപം അല്ലെങ്കിൽ ഓൾജിബ്രായിക് ഫോം ആണ്. അല്ലെങ്കിൽ nth ടേമിൻ്റെ ഫോമിൽ വെച്ച് നമുക്ക് അതിൻ്റെ ബീജഗണിത രൂപം കണ്ടുപിടിക്കാം. ബീജഗണിത രൂപം xn = nd + f - d. ഇവിടെ n അറിയില്ല. ഡിയുടെ ഫോം ഡി നമുക്ക് കിട്ടിയിരിക്കുന്നത് 3/8 ആയിരുന്നു. പ്ലസ് എഫ് എന്ന് പറയുന്നത് 11/8 ആണ്. 8-ൽ 11 മൈനസ് ഡി എന്ന് പറയുന്നത് 3/8 ആണ്. 8-ൽ 3. 3 × n/8. അതിനെ നമുക്ക് 3n/8 എന്ന് എഴുതാം. അംശങ്ങൾ തമ്മിൽ ഗുണിച്ച് നമ്മൾ എഴുതി 3 × n/8 പ്ലസ് 11/8 മൈനസ് 3/8. അതിൻ്റെ ഡിനോമിനേറ്റേഴ്സ് അല്ലെങ്കിൽ ഛേദം സെയിം ആണ്. അപ്പോൾ നമുക്ക് അംശങ്ങൾ കുറച്ച് അല്ലെങ്കിൽ ന്യൂമറേറ്റേഴ്സ് കുറച്ച് എഴുതാം. 11-ന് 3 പോയി കഴിഞ്ഞാൽ 11 - 3/8 = 3n/8 പ്ലസ് 11-ന് 3 പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 8 ആണ് /8. 8/8 എന്ന് പറയുന്നത് 1 ആണ്. ഏത് സംഖ്യേനെ ആ സംഖ്യേനെ വെച്ച് ഡിവൈഡ് ചെയ്ത് സെയിം സംഖ്യ വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1 ആണ്. അപ്പോൾ നമുക്ക് 8/8 1 ആണ്. അപ്പോൾ 3n/8 പ്ലസ് 1 ആണ് നമുക്ക് കിട്ടുന്ന nth ടേം. ഇനി ഇതൊരു ഹോൾ നമ്പർ കിട്ടണമെങ്കിൽ, ഹോൾ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസിമൽ പ്ലേസസോ അല്ലെങ്കിൽ ദശാംശ രൂപത്തിലോ അല്ലെങ്കിൽ ഫ്രാക്ഷൻ ഭിന്നസംഖ്യ രൂപത്തിലോ അല്ലാത്ത നമ്പേഴ്സിനെയാണ് ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് പൂർണ്ണസംഖ്യ 2 4 5 6 1 2 ഈ ഫോമുകളിലുള്ള നമ്പേഴ്സിനെയാണ് ഹോൾ നമ്പേഴ്സ് അല്ലെങ്കിൽ പൂർണ്ണസംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ ഈ 8 ക്യാൻസൽ, ഡിനോമിനേറ്ററിലുള്ള 8 ക്യാൻസൽ ചെയ്ത് പോകണം. ഡിനോമിനേറ്ററിലുള്ള 8 ക്യാൻസൽ ചെയ്ത് പോകണമെങ്കിൽ n-ന്റെ സ്ഥാനത്ത് 8-ന്റെ മൾട്ടിപ്പിൾസ് അല്ലെങ്കിൽ 8-ന്റെ ഗുണിതങ്ങൾ വരുമ്പോൾ മാത്രമേ ഈ 8 ക്യാൻസൽ ചെയ്ത് പോവുള്ളൂ. അപ്പോൾ xn = 3n/8 പ്ലസ് 1 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു പൂർണ്ണസംഖ്യ അല്ലെങ്കിൽ ഹോൾ നമ്പർ കിട്ടണമെങ്കിൽ ഈ 8 ക്യാൻസൽ ചെയ്ത് പോകണം. ഈ 8 ക്യാൻസൽ ചെയ്ത് പോകണമെങ്കിൽ n-ന്റെ വാല്യൂ ഒരു 8-ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അതായത് 8, 16, 24 അങ്ങനെയുള്ള 8-ന്റെ മൾട്ടിപ്പിൾസ് അല്ലെങ്കിൽ ഗുണിതങ്ങളായിരിക്കണം ഈ n-ന് പകരം നമുക്ക് അവിടെ കിട്ടേണ്ടത്. ആദ്യത്തെ 8-ന്റെ ഗുണിതം എന്ന് പറയുന്നത് ഫസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 8 എന്ന് പറയുന്നത് 8 തന്നെയാണ്. അപ്പോൾ x8 നമുക്ക് കണ്ടുപിടിക്കാം. x8 = 3 × 8/8 പ്ലസ് 1. അപ്പോൾ 8ഉം ഈ 8ഉം ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ 3 × 1 പ്ലസ് 1 എന്ന് കിട്ടി. 3 + 1 = 4. അടുത്ത 8-ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ n-ന് പകരം നമുക്ക് 16 കൊടുക്കാം.
16 എന്ന് പറയുന്നത് 3 ഇൻറ്റു 16/8 പ്ലസ് 1. ഇതാണ് അടുത്ത മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. 16 ആണ് അടുത്ത മൾട്ടിപ്പിൾ. അപ്പോൾ 3 ഇൻറ്റു ഈ 16 നമുക്ക് 2 ഇൻറ്റു 8 എന്ന് എഴുതാൻ പറ്റും. 2 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 8 പ്ലസ് 1. അപ്പോൾ ഈ 8ഉം ഈ 8ഉം നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. നമുക്ക് ബാക്കി എന്തുണ്ട്? 3 ഇൻറ്റു 6, 3 ഇൻറ്റു 2 എന്ന് പറയുന്നത് 6 ആണ്, പ്ലസ് 1 ഈക്വൽ ടു 7. അപ്പോൾ അടുത്ത ഹോൾ നമ്പർ നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ പൂർണ്ണസംഖ്യ കിട്ടിയിരിക്കുന്നത് 7 ആണ്. അത് x16 ആണ് 7 എന്ന് പറയുന്നത്. അടുത്ത 8ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 24 ആണ്. 24. അപ്പോൾ x24 കണ്ടുപിടിക്കാം. x24 ഈക്വൽ ടു 3 ഇൻറ്റു 24/8 പ്ലസ് 1 ആണ്. ഈ 24നെ 3 ഇൻറ്റു 8 എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ 8 പ്ലസ് 1. അപ്പോൾ x24 3 ഇൻറ്റു 8/8 പ്ലസ് 1. ഈ 8ഉം ഈ 8ഉം നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. കാരണം ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഉള്ളത്, അതുകൊണ്ടാണ് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റുന്നത്. ഒരു അഡീഷനോ സബ്സ്ട്രാക്ഷനോ അല്ലെങ്കിൽ കൂട്ടലോ കുറയ്ക്കലാണെങ്കിൽ നമുക്ക് ഡിനോമിനേറ്റർ ഉള്ളത് കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റുന്നത്. അപ്പോൾ 8 കട്ട് ചെയ്ത് കളഞ്ഞു, ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇനി 3 ഇൻറ്റു 3 എന്ന് പറയുന്നത് 9 ആണ്, പ്ലസ് ഒരു 1 ഉണ്ട്, ഈക്വൽ ടു 10. അടുത്ത ഹോൾ നമ്പർ എന്ന് പറയുന്നത് 8ന്റെ അടുത്ത മൾട്ടിപ്പിളിലായിരിക്കും. അതായത് 4 8 32, 4 8s are 32. ആ 32ലായിരിക്കും നമുക്ക് അടുത്ത മൾട്ടിപ്പിൾ കിട്ടുന്നത്. അതായത് x32 ഈക്വൽ ടു 3 ഇൻറ്റു 4 ഇൻറ്റു 8. 32നെ നമുക്ക് 4 ഇൻറ്റു 8 അല്ലെങ്കിൽ 4 ഇൻറ്റു 8 എന്ന് എഴുതാൻ പറ്റും, ബൈ ഒരു 8 പ്ലസ് ഒരു 1. നമുക്ക് കട്ട് ചെയ്ത് കളയുമ്പോൾ 3 ഇൻറ്റു 4 12 പ്ലസ് 1 ഈക്വൽ ടു 13 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഒരു ശ്രേണി കിട്ടി, 4 7 10 13 എന്ന് പറയുന്ന ഒരു ശ്രേണി കിട്ടി, അല്ലെങ്കിൽ സീക്വൻസ് നമുക്ക് കിട്ടി. x8 എന്ന് പറയുന്നത് 4, x16 എന്ന് പറയുന്നത് 7, x24 എന്ന് പറയുന്നത് 10, x32 എന്ന് പറയുന്നത് 13. അപ്പോൾ നമുക്ക് ഈ ശ്രേണിയാണ് നമുക്ക് കിട്ടിയത്. പൂർണ്ണ സംഖ്യകളുടെ അല്ലെങ്കിൽ ഹോൾ നമ്പേഴ്സിന്റെ ശ്രേണി നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതാണ്, 4 7 10 13. 4 7 10 13 എന്ന് പറഞ്ഞ ശ്രേണി അല്ലെങ്കിൽ സീക്വൻസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതൊരു സമാന്തര ശ്രേണിയാണോ അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ അടുത്തടുത്ത പദങ്ങളുടെ അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് ടേംസിന്റെ ഡിഫറൻസ് എടുത്ത് നോക്കുകയാണ്. കോൺസിക്യൂട്ടീവ് ടേംസിന്റെ ഡിഫറൻസ് എടുത്ത് നോക്കുമ്പോൾ ആദ്യത്തെ കോൺസിക്യൂട്ടീവ് ടേംസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആദ്യത്തെ അടുത്തടുത്ത രണ്ട് പദങ്ങൾ എന്ന് പറയുന്നത് 4ഉം 7ഉം ആണ്. അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 7 - 4 ഈക്വൽ ടു 3 ആണ്. അടുത്ത കോൺസിക്യൂട്ടീവ് സെറ്റ് എന്ന് പറയുന്നത് 7ഉം 10ഉം ആണ്. അടുത്തടുത്ത രണ്ട് പദങ്ങൾ എന്ന് പറയുന്നത് 7ഉം 10ഉം ആണ്. അതിന്റെ ഡിഫറൻസ് നോക്കുമ്പോൾ 10 - 7 ഈക്വൽ ടു 3 ആണ്. വീണ്ടും അടുത്ത സെറ്റ് നോക്കുമ്പോൾ 13 - 10, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം അല്ലെങ്കിൽ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഫോർത്ത് ടേം മൈനസ് തേർഡ് ടേം ആണ്. അത് നമ്മൾ ചെയ്യുന്നു. 13 - 10 ഈക്വൽ ടു 3 ആണ്. അതായത് ഈ ഡിഫറൻസുകളൊക്കെ സെയിം ആണ്. ഇങ്ങനെ വരുന്ന നമുക്ക് ശ്രേണിയാണ് അല്ലെങ്കിൽ സീക്വൻസിനെയാണ് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ ഹോൾ നമ്പേഴ്സിന്റെ സീക്വൻസ് ഒരു സമാന്തര ശ്രേണിയാണ് അല്ലെങ്കിൽ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന കാര്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രൂവ് ദാറ്റ് ദ സീക്വൻസ് ഓഫ് ഓൾ ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 4 7 10 etc. belong to the same sequence. അതായത് ഈ സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് 4 7 10 എന്ന് തുടങ്ങുന്ന അരിത്തമെറ്റിക് സീക്വൻസിന്റെ സ്ക്വയേഴ്സ് അല്ലെങ്കിൽ ടേംസിന്റെ സ്ക്വയേഴ്സ് അല്ലെങ്കിൽ പദങ്ങളുടെ സ്ക്വയേഴ്സ് അല്ലെങ്കിൽ വർഗ്ഗങ്ങൾ ഈ ശ്രേണിയിൽ തന്നെ ഉണ്ടെന്ന് നമുക്ക് തെളിയിക്കണം. അതായത് 4 7 10 എന്ന് തുടങ്ങുന്ന സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ വർഗ്ഗങ്ങൾ ആ ശ്രേണിയിൽ ഉണ്ടെന്ന് തന്നെ തെളിയിക്കണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിന് നമുക്ക് ആദ്യം വേണ്ടത് അതിന്റെ ബീജഗണിത രൂപം അല്ലെങ്കിൽ ആൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ്. അത് നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം തന്നെ ഫസ്റ്റ് ടേം എത്രയാണെന്ന് നോക്കാം. ഫസ്റ്റ് ടേം 4 ആണ്. അപ്പോൾ f = 4 നമ്മൾ എഴുതി.
പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ x2 മൈനസ് x1 ചെയ്തു. x2 മൈനസ് x1 എന്ന് പറയുന്നത് 7 മൈനസ് 4 ആണ്, ഈക്വൽ ടു 3. അപ്പോൾ എഫ് 4ആയും ഡി 3 ആയിട്ട് നമുക്ക് കിട്ടി. ഇനി ഇതിന്റെ ബീജഗണിത രൂപം അല്ലെങ്കിൽ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ നമ്മൾ എക്സ്എന്നിന്റെ ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്, എൻ ഡി പ്ലസ് എഫ് മൈനസ് ഡി. ഇവിടെ ഡി എന്ന് പറയുന്നത് 3 ആണ്, അപ്പോൾ എൻ ഇൻറ്റു 3 പ്ലസ് എഫ് എന്ന് പറയുന്നത് 4 ആണ്, മൈനസ് ഡി എന്ന് പറയുമ്പോൾ 3, 4 മൈനസ് 3. 3 ഇൻറ്റു എൻ, എൻ ഇൻറ്റു 3 എന്ന് പറയുന്നത് 3n ആണ്. 4 മൈനസ് 3 എന്ന് പറയുന്നത് 1 ആണ്, 3n പ്ലസ് 1. ഇതാണ് നമ്മുടെ എക്സ്എൻ അല്ലെങ്കിൽ ബീജഗണിത രൂപം. ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം അല്ലെങ്കിൽ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കിട്ടിയിരിക്കുന്നത് എക്സ്എൻ ഈക്വൽ ടു 3n പ്ലസ് 1 ആണ്. അപ്പോൾ ഇതാണ് എക്സ്എൻ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതിന്റെ സ്ക്വയർ ആണ്. സ്ക്വയർ അല്ലെങ്കിൽ വർഗ്ഗമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വർഗ്ഗം എന്ന് പറയുമ്പോൾ എക്സ്എൻ സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കണം. എക്സ്എൻ കിട്ടിയിരിക്കുന്നത് 3n പ്ലസ് 1 ആണ്. ഇതിന്റെ സ്ക്വയർ അല്ലെങ്കിൽ വർഗ്ഗം കണ്ടുപിടിക്കാം. എക്സ്എൻ സ്ക്വയർ ഈക്വൽ ടു 3n പ്ലസ് 1ന്റെ സ്ക്വയർ. ഇവിടെ ഈ 3n പ്ലസ് 1 കിടക്കുന്നത് a പ്ലസ് ബി ഫോമിലാണ്, a പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോമിലാണ്. 3n പ്ലസ് 1 ഹോൾ സ്ക്വയർ. എ പ്ലസ് ബി സ്ക്വയർ നമ്മൾ ലബറേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നാണ്. എ പ്ലസ് ബി ഹോൾ സ്ക്വയറിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നാണ്. അപ്പോൾ നമുക്ക് 3n പ്ലസ് 1നെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. 3n പ്ലസ് 1നെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആദ്യം എ സ്ക്വയറിന്റെ സ്ഥാനത്ത് എടുക്കുന്നത്, എയുടെ സ്ഥാനത്ത് എടുക്കുന്നത് 3n ആണ്. 3nന്റെ സ്ക്വയർ പ്ലസ് ഈ 2ab ആണ് ചെയ്യേണ്ടത്. 2abക്ക് പകരം ഇവിടെ എക്ക് പകരം 3nഉം ബിക്ക് പകരം 1ഉം ആണ് എടുക്കുന്നത്. അപ്പോൾ 2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 3n ഇൻറ്റു ബിക്ക് പകരം 1 പ്ലസ് പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ ബിയുടെ സ്ഥാനത്ത് 1 ആണ്. അപ്പോൾ 1ന്റെ സ്ക്വയർ എഴുതി. 3n സ്ക്വയർ ചെയ്യുമ്പോൾ 3യുടെ സ്ക്വയർ ഇൻറ്റു എന്നിൻ്റെ സ്ക്വയർ ആണ് നമുക്ക് കിട്ടുന്നത്. 3n സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സ്ക്വയർ ഇൻറ്റു n സ്ക്വയർ ആണ്. 3 സ്ക്വയർ ഇൻറ്റു n സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 3n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6n ആണ്. 6n ഇൻറ്റു 1 എന്ന് പറയുന്നത് 6n തന്നെയാണ്. അപ്പോൾ 3 സ്ക്വയർ n സ്ക്വയർ പ്ലസ് 6n പ്ലസ് 1ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1 തന്നെയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 3 സ്ക്വയർ എത്രയാണ്? 9 ആണ്. 3ന്റെ സ്ക്വയർ 9 ആണ്. 9n സ്ക്വയർ പ്ലസ് 6n പ്ലസ് 1 ആണ് നമുക്ക് xn സ്ക്വയർ കിട്ടിയിരിക്കുന്നത്. ഇനി ഇവിടെ നോക്കുക, ഈ 9ഉം ഈ 6ഉം 3ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 3ന്റെ ഗുണിതങ്ങളാണ് 9ഉം 6ഉം. അപ്പോൾ അതിൽ നിന്നും 3നെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. 3നെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഔട്ട് സൈഡ് എടുക്കുമ്പോൾ ഇവിടെ ഉള്ളത് ബാക്കി 3n സ്ക്വയർ ആണ്, പിന്നൊരു ഇവിടെ 2nഉം. അപ്പോൾ 3 ഇൻറ്റു 3n സ്ക്വയർ പ്ലസ് 2n പ്ലസ് 1 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെ 3നെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ ഒരു 3n സ്ക്വയർ ബാക്കിയുണ്ട്. പിന്നെ ഇവിടെ ഒരു ഈ 6നെ നമുക്ക് 2 ഇൻറ്റു 3 എന്ന് എഴുതാം. 2 ഇൻറ്റു 3n ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 3 ഔട്ട് സൈഡ് എടുക്കുമ്പോൾ ബാക്കിയുള്ളത് 2 ഇൻറ്റു n ആണ്, 2n പ്ലസ് ഇവിടെ ഒരു ഔട്ട് സൈഡ് 1 ഉണ്ട്, അത് നമ്മൾ എഴുതി. ഇവിടെ 3 ഇൻറ്റു ഈ 3n സ്ക്വയർ പ്ലസ് 2nനെ നമുക്കൊരു k എന്ന് ഡിനോട്ട് ചെയ്യാം. പ്ലസ് 1 എന്ന് എഴുതി. k എന്ന് എഴുതാൻ കാരണം ഒരു കോൺസ്റ്റന്റ്, അത് 3യുടെ ഒരു മൾട്ടിപ്പിൾ ആയിട്ടാണ് നമുക്ക് എടുക്കുന്നത്. 3 ഇൻറ്റു ഒരു കോൺസ്റ്റന്റ്, അത് 3യുടെ മൾട്ടിപ്പിൾ ആയിട്ടാണ് ഈ ഒരു സംഖ്യ കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 3k പ്ലസ് 1 എന്ന് എഴുതാം. അപ്പോൾ ഈ xn സ്ക്വയർ എന്ന് പറയുന്നത് 3k പ്ലസ് 1നോട് ഈക്വൽ ആണ്. അതായത് ഈ ഇവിടെ xnന് പകരം ഇവിടെ k കൊടുക്കുമ്പോഴാണ് 3k പ്ലസ് 1 കിട്ടുന്നത്. അതായത് ഈ xn സ്ക്വയറും ഈ ഒരു ശ്രേണിയിലെ പദമാണ്. കാരണം ഈ ഫോമുല രണ്ട് ഫോമും സെയിം ആണ്. xn സ്ക്വയറിന്റെ ഫോമും xnന്റെ ഫോമും സെയിം ആയതുകൊണ്ട് ഈ ശ്രേണിയിലെ പദങ്ങളുടെ വർഗ്ഗങ്ങൾ അല്ലെങ്കിൽ സ്ക്വയേഴ്സ് എല്ലാം ഈ ശ്രേണിയിൽ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ ഈ സീക്വൻസിൽ തന്നെ ഉണ്ട്. ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. അത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് പാർട്ട് 3 ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത പാർട്സ് ഇടുന്നതായിരിക്കും. ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കാണണമെന്നുള്ളവർ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് പരിശോധിച്ചാൽ മതിയായിരിക്കും. അപ്പോൾ അടുത്ത പാർട്ടിൽ കാണാം.